ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ രൂക്ഷമായ വാക്പോരും വെല്ലുവിളിയും. സെക്രട്ടേറിയറ്റ് മുന്നിലെ നിരാഹാര സമരം തീർത്തും പരാജയമാണെന്ന് മുരളീധര പക്ഷം അഭിപ്രായപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ജനങ്ങൾക്ക് മുമ്പിൽ ബി.ജെ.പിയെ കോമാളിയാക്കാനേ സമരത്തിന് കഴിഞ്ഞുള്ളൂവെന്നും മുരളീധര പക്ഷം. കെ സുരേന്ദ്രനെ പോലുള്ള ജനകീയ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കാഞ്ഞത് നേരത്തെ തന്നെ ബി.ജെ.പിയിൽ ഭിന്നതകൾ ഉള്ളതായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മുന്നറിയിപ്പ് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ സമരം വൻ വിജയമാണെന്നാണ് ശ്രീധരൻ പിള്ളയുടെ വാദം. ബി.ഡി.ജെ.എസിനും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു. 8 സീറ്റ് ചോദിച്ചത് അധിക പ്രസംഗമാണെന്നും ഇത്ര സീറ്റിൽ മത്സരിക്കാൻ ആളുകൾ ഉണ്ടോയെന്നും തൃശൂരിൽ ചേർന്ന ബി.ജെ.പി. നേതൃത്വ യോഗം ആരാഞ്ഞു. ബി.ഡി.ജെ.എസിന് സീറ്റ് നൽകിയ ശേഷമേ ബി.ജെ.പിയുടെ സീറ്റുകൾ തീരുമാനിക്കൂവെന്നും യോഗത്തിൽ വ്യക്തമാക്കി. ഇതോടെ ബി.ജെ.പിക്കകത്തെ മുരളീധര പക്ഷവും ശ്രീധരൻപിള്ള പക്ഷവും കൂടുതൽ ശക്തമായി. നേതൃത്വതല യോഗത്തിൽ പോലും പരസ്പരം വിമർശനങ്ങൾ മാത്രമാണ് നടന്നത്. ഇതോടെ കുമ്മനം രാജശേഖരന്റെ വരവ് കൂടുതൽ ശക്തമാവുകയാണ്.